ഫസ്റ്റ് ക്വസ്റ്റൻ ആണ്, വാട്ട് ഈസ് ഓർഗനൈസിങ്? Organizing means bringing together necessary men, machine, material and money for the achievement of common objective. അപ്പോൾ എന്താണ് ഓർഗനൈസിങ്? ഓർഗനൈസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട മെന്നിനെയും മെഷീനെയും മെറ്റീരിയലിനെയും മണി ഇതെല്ലാം എല്ലാ ഫാക്ടേഴ്സിനെ ഒന്നിച്ച് കൊണ്ടുവന്ന് ഒരു കോമൺ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്ന ഒന്നാണ് ഓർഗനൈസിങ് എന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ? ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആണ് യൂണിറ്റി ഓഫ് ഒബ്ജക്റ്റീവ്സ്. It is essential to establish useful objective in every area of operation and at all level. അപ്പോൾ ഏറ്റവും എസെൻഷ്യൽ കാര്യം എന്താണ്? നമ്മൾ യൂസ്ഫുൾ ഒബ്ജക്റ്റീവ് വേണം എല്ലാ ഏരിയ ഓഫ് ഓപ്പറേഷനിലും അതുപോലെ തന്നെ എല്ലാ ലെവൽ ഓഫ് മാനേജ്മെൻറ്റിലും വയ്ക്കേണ്ടത്. രണ്ടാമത്തെയാണ് സ്പെഷ്യലൈസേഷൻ. ദർ ഷുഡ് ബി സ്പെഷ്യലൈസേഷൻ ഓർ ഡിവിഷൻ ഓഫ് വർക്ക് അറ്റ് ഓൾ ലെവൽ. എല്ലാ ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എല്ലാ ലെവലിലും സ്പെഷ്യലൈസേഷനും അല്ലെങ്കിൽ എന്താണ് ഡിവിഷൻ ഓഫ് വർക്കും അത്യാവശ്യമാണ്. മൂന്നാമത്തെയാണ് ഡെഫിനിറ്റ്നെസ്. എന്താണ്? എവറി എംപ്ലോയി ഷുഡ് ഹാവ് എ ഡെഫിനിറ്റ് പ്ലേസ് ആൻഡ് പർപ്പസ് ഇൻ ദ ഓർഗനൈസേഷൻ. എല്ലാ എംപ്ലോയീസിനും അവർക്ക് സ്വന്തമായിട്ട് ഡെഫിനിറ്റ് പ്ലേസും അതുപോലെ തന്നെ പർപ്പസും ഉണ്ടാവണം. നാലാമത്തെയാണ് എഫിഷ്യൻസി. ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഓർഗനൈസേഷൻ മസ്റ്റ് ബി അറ്റൈൻ അറ്റ് മിനിമം കോസ്റ്റ്. അപ്പോൾ എന്താണ് എഫിഷ്യൻസി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? മിനിമം കോസ്റ്റിലാണ് അത് അറ്റൈൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അച്ചീവ് ചെയ്യേണ്ടത്. അഞ്ചാമത്തെയാണ് സ്പാൻ ഓഫ് കൺട്രോൾ. സ്പാൻ ഓഫ് കൺട്രോൾ മീൻസ് നമ്പർ ഓഫ് പീപ്പിൾ വൺ ക്യാൻ സൂപ്പർവൈസ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ പേഴ്സണെ എത്ര പേരെ സൂപ്പർവൈസ് ചെയ്യാൻ പറ്റും, അതാണ് സ്പാൻ ഓഫ് കൺട്രോൾ പറഞ്ഞിട്ടുള്ളത്. ഒരു മാനേജറിന് കുറേ പേരെ സൂപ്പർവൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എവറി മാനേജറിന് എന്താ ലിമിറ്റഡ് നമ്പർ ഓഫ് സബോർഡിനേറ്റ്സേ പാടുള്ളൂ. എന്നാൽ മാത്രം എന്ത് ചെയ്യണം? അദ്ദേഹത്തിന് അവരെ ഡയറക്റ്റ്ലി കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആറാമത്തെയാണ് ഫങ്ഷണൽ ഡെഫിനിഷൻ. എന്താണത്? ദ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റി ആൻഡ് പവർ ഓഫ് എവറി പേഴ്സൺ ഇൻ ദ ഓർഗനൈസേഷൻ ഷുഡ് ബി പ്രോപ്പർലി ആൻഡ് ക്ലിയർലി ഡിഫൈൻഡ്. അപ്പോൾ ഓരോ വ്യക്തിയുടെയും ഒരു ഓർഗനൈസേഷനിലെ എല്ലാ വ്യക്തികളുടെയും ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും പവറും ക്ലിയർ ആയിട്ട് അതുപോലെ പ്രോപ്പർലി ഡിഫൈൻ ചെയ്തിരിക്കണം. ഏഴാമത്തെയാണ് സ്കാലർ പ്രിൻസിപ്പിൾ. The Scalar principle states that authority and responsibility should flow in a clear, unbroken line from the highest executive to the lowest one. അപ്പോൾ സ്കാലർ പ്രിൻസിപ്പിൾ അനുസരിച്ച് എന്താണ്? അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ഫ്ലോ ചെയ്യേണ്ടത് ഒരു ക്ലിയർ ആയിട്ടുള്ള അതുപോലെ തന്നെ അൺബ്രോക്കൺ ലൈനിൽ കൂടെ വേണം ഫ്ലോ ചെയ്യാൻ വേണ്ടി. അത് എവിടെ നിന്നാണ്? ഫ്രം ദ ഹൈയസ്റ്റ് എക്സിക്യൂട്ടീവ് ടു ദ ലോവസ്റ്റ് വൺ. എട്ടാമത്തെയാണ് ബാലൻസ്. എവറി ഓർഗനൈസേഷൻ ഷുഡ് മെയിൻറ്റെയിൻ എ പ്രോപ്പർ ബാലൻസ് എമംഗ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇടയിൽ ഒരു പ്രോപ്പർ ബാലൻസ് എല്ലാ ഓർഗനൈസേഷനും മെയിൻറ്റെയിൻ ചെയ്യണം. ഒമ്പതാമത്തെയാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. ഈച്ച് സബോർഡിനേറ്റ് ഷുഡ് ഹാവ് ഒൺലി വൺ സുപ്പീരിയർ ഹു ഹാസ് കമാൻഡ് ഓവർ ഹിം. അപ്പോൾ എല്ലാ സബോർഡിനേറ്റ്സിനും ഒൺലി വൺ സുപ്പീരിയറേ പാടുള്ളൂ. അവരെ കമാൻഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യാൻ റൈറ്റുള്ള ഒരു സുപ്പീരിയറേ അവർക്ക് പാടുള്ളൂ. യൂണിറ്റി ഓഫ് കമാൻഡ്. പത്താമത്തെയാണ് സിംപ്ലിസിറ്റി. The organization structure should be simple so that it is easy to understand by each and every person. അപ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ വളരെ സിമ്പിൾ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ എല്ലാ എംപ്ലോയേഴ്സിനും വളരെ എളുപ്പത്തിൽ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. 11th വൺ ആണ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ദ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഈച്ച് എംപ്ലോയി ഷുഡ് ബി ക്ലിയർലി ഡിഫൈൻഡ്. നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഓരോ എംപ്ലോയിയുടെയും അതോറിറ്റി എന്താണ്, റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് കൃത്യമായി ഡിഫൈൻ ചെയ്തിരിക്കണം. നെക്സ്റ്റ് ആണ് ഫ്ലെക്സിബിലിറ്റി. ഇറ്റ് മീൻസ് പെർമിറ്റിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ ചേഞ്ചസ് ഇൻ ദ ഓർഗനൈസേഷൻ. അപ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിൽ ചേഞ്ചസിനുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് അത് പെർമിറ്റ് ചെയ്യണം. ഇതാണ് നെക്സ്റ്റ് വൺ, ഫ്ലെക്സിബിലിറ്റി. നെക്സ്റ്റ് ആണ് ഡിപ്പാർട്ട്മെൻറ്റൈസേഷൻ. എന്നുവെച്ചാൽ എന്താണ്? ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റി ഓഫ് എ കൺസേൺ. ഒരു പർട്ടിക്കുലർ ഒരുപോലെ ഇരിക്കുന്ന കാര്യങ്ങളെ ഒന്നിച്ച് ഗ്രൂപ്പ് ആയിരിക്കുക. അതിന് എക്സാമ്പിൾ ഡിപ്പാർട്ട്മെൻറ്റൈസേഷൻ. നമ്മുടെ ഓർഗനൈസേഷനെ പല ഡിപ്പാർട്ട്മെൻറ്റ് ഡിവൈഡ് ചെയ്ത് വർക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് ആണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. എന്താണ്? ആൻ എക്സിക്യൂട്ടീവ് കനോട്ട് പെർഫോം എവറിത്തിങ് ബൈ ഹിംസെൽഫ്. ഒരിക്കലും ഒരു എക്സിക്യൂട്ടീവ് ഒറ്റയ്ക്ക് എല്ലാ കാര്യം ചെയ്തെടുക്കാൻ പറ്റില്ല. സോ ഡെലിഗേറ്റ്സ് സം ഓഫ് ഹിസ് പവർ ടു അതർ ആൻഡ് ഗെറ്റ് ദ വർക്ക് ഡൺ ത്രൂ ദം. അപ്പോൾ എന്ത് ചെയ്യണം? അദ്ദേഹത്തിൻ്റെ വർക്ക് ഡെലിഗേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് മറ്റുള്ളവർ കൊടുക്കുക, എന്നിട്ട് അതിലൂടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. നെക്സ്റ്റ് ആണ് കോർഡിനേഷൻ. ഇറ്റ് മീൻസ് യൂണിഫൈങ് ദ ആക്ടിവിറ്റി ഓഫ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ ആക്ടിവിറ്റീസിനെ യൂണിഫൈ ചെയ്യുക, ഒന്നിച്ച് കൊണ്ടുപോകുക എന്നാണ് കോർഡിനേറ്റിങ്ങിൻ്റെ മീനിങ്. നെക്സ്റ്റ് ആണ് ഡീസെൻട്രലൈസേഷൻ. എ ഗുഡ് ഓർഗനൈസേഷൻ ഈസ് വൺ വിച്ച് ഹാസ് എ ഡീസെൻട്രലൈസ്ഡ് മാനേജ്മെൻറ്റ്. എന്താണ്? ഒരു ഗുഡ് ഓർഗനൈസേഷൻ എന്താണത്? ഒരു ഡീസെൻട്രലൈസ്ഡ് മാനേജ്മെൻറ്റ് ഉണ്ടാവണം. സിൻസ് ദർ ഇസ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് ഓൾ ദ എംപ്ലോയീസ് ഇൻ എ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്, എ ഡീസെൻട്രലൈസ്ഡ് മാനേജ്മെൻറ്റ് ക്യാൻ ഗെറ്റ് ദ സപ്പോർട്ട് ഇൻ ഇംപ്ലിമെൻറ്റിംഗ് ഡിസിഷൻ. അപ്പോൾ ഡീസെൻട്രലൈസേഷൻ എന്താണ്? നമ്മുടെ കാര്യങ്ങളെല്ലാം ഡിസിഷൻ മേക്കിംഗ് പവർ നമ്മുടെ എല്ലാ ഓർഗനൈസേഷൻ മെമ്പേഴ്സിനും കൊടുക്കുകയാണ്. അത് ഒരു ടോപ്പ് ലെവൽ മാത്രം നിൽക്കാണ്ട് ടോപ്പ് ലെവലും ലോവർ ലെവലും മിഡിൽ ലെവലും കൂടെ ഒക്കെ പാസ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് വെച്ചാൽ. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ പെട്ടെന്ന് എളുപ്പത്തിൽ തന്നെ നമുക്ക് ഡിസിഷൻ എടുക്കാൻ സാധിക്കും. എല്ലാവരുടെയും സപ്പോർട്ടും ഉണ്ടാവും ഡിസിഷന്.
What are the difference between formal and informal organization? Difference between formal and informal organization. ഒന്നാമത്തെയാണ് ഫോർമൽ ഓർഗനൈസേഷൻ. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഡെലിബറേറ്റ്ലി ബൈ ദ മാനേജ്മെൻറ്റ് അറിഞ്ഞുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് ഫോർമൽ ഓർഗനൈസേഷൻ. എന്നാൽ ഇൻഫോർമൽ എന്താണ്? ഇറ്റ് എമേർജ് സ്പോണ്ടേനിയസ്ലി ഫ്രം സോഷ്യോ സൈക്കോളജിക്കൽ ഫോഴ്സ് ഓഫ് ദ വർക്ക് പ്ലേസിലെ സൈക്കോളജിക്കലും സോഷ്യലായിട്ടുള്ള ഫോഴ്സസ് കാരണം സ്പോണ്ടേനിയസ് ആയിട്ട് ഉണ്ടാവുന്ന ഒന്നാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. രണ്ടാമത്തെയാണ് ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഫോർ അച്ചീവിങ് ദ ലെജിറ്റിമേറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് ദ ഓർഗനൈസേഷൻ. നമ്മുടെ ലോഫുൾ കാര്യങ്ങൾ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ലോഫുൾ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് ഫോർമൽ ഓർഗനൈസേഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ദ മെമ്പർ ഓഫ് ദിസ് ഫോർ ദെയർ സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ. എന്നാൽ ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഉണ്ടാക്കിയിട്ടുള്ള ആരാണ്? മെമ്പേഴ്സാണ്. നമ്മുടെ ആ കമ്പനിയിലെ മെമ്പേഴ്സ് ആയിരിക്കും. അത് എന്തിനു വേണ്ടിയാണ്? ഫോർ സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഫോർമൽ ഓർഗനൈസേഷൻ എന്താണ്? ഇറ്റ് ഈസ് ക്വൈറ്റ് ലാർജ് ഇൻ സൈസ്. അത് ലാർജ് ഇൻ സൈസ് ആയിരിക്കും. എന്നാൽ ഇൻഫോർമൽ എങ്ങനെയാണ്? ഇറ്റ് ടെൻഡ് ടു ബി സ്മോൾ ഇൻ സൈസ്. നാലാമത്തെയാണ് ഇറ്റ് ഈസ് സ്റ്റേബിൾ ആൻഡ് കണ്ടിന്യൂസ് ഫോർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം. അപ്പോൾ ഫോർമൽ ഓർഗനൈസേഷൻ വളരെ സ്റ്റേബിളും അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആണ് ഫോർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം. എന്നാൽ ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഒരിക്കലും സ്റ്റേബിൾ അല്ല, ഇറ്റ് ഈസ് അൺസ്റ്റേബിൾ ഇൻ നേച്ചർ. ഇനി ഫോർമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ്. ഇറ്റ് ഹാസ് എ ഡെഫിനിറ്റ് സ്ട്രക്ചർ ഒക്കെ ഉണ്ട്. മെക്കാനിക്കലും റാഷണലും ഒക്കെ ഡെഫിനിറ്റ് സ്ട്രക്ചർ ഉണ്ട്. എന്നാൽ ഇത് സ്ട്രക്ചർലെസ് ആണ്. കാരണം ഇത് ഇംപേഴ്സണലും ഇമോഷണലാണ്. അതുകൊണ്ട് തന്നെ ഇത് എന്താണ്? സ്ട്രക്ചർലെസ് ആണ്. ഇനി ദ ബിഹേവിയർ ഓഫ് മെമ്പേഴ്സ് ഇസ് ഗവേൺ ബൈ ഫോർമൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പോൾ നമ്മുടെ ഫോർമൽ ഓർഗനൈസേഷനിലെ ബിഹേവിയറൊക്കെ എന്താണ്? മെമ്പേഴ്സിൻ്റെ ബിഹേവിയറൊക്കെ ഗവേൺ ചെയ്യുന്ന ആരാണ്? ഫോർമൽ റൂൾസും റെഗുലേഷൻസും ഉണ്ട് ഗവേൺ ചെയ്യാൻ വേണ്ടി. എന്നാൽ ഇവിടെയോ ബിഹേവിയർ മെമ്പേഴ്സ് ഈസ് ഗവേൺ ബൈ നോംസ്, ബിലീഫ് ആൻഡ് വാല്യൂസ് ഓഫ് ദ ഗ്രൂപ്പിൻ്റെ വാല്യൂസും നോംസും ബിലീഫ് വെച്ചാണ് ഇവിടെ മെമ്പേഴ്സിൻ്റെ ബിഹേവിയർ ഗവേൺ ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ത്രൂ ദ പ്രിസ്ക്രൈബ് ചെയിൻ ഓഫ് കമാൻഡ്. പറഞ്ഞിരിക്കുന്ന ഒരു പ്രിസ്ക്രൈബ് ചെയിൻ ഓഫ് കമാൻഡോട് മാത്രമേ കമ്മ്യൂണിക്കേഷൻ നടക്കുകയുള്ളൂ ഫോർമലിൻ്റെ കേസിലാണെങ്കിൽ. എന്നാൽ ഇൻഫോർമൽ എങ്ങനെയാണ്? കമ്മ്യൂണിക്കേഷൻ പാസസ് ത്രൂ ഇൻഫോർമൽ ചാനൽ വിച്ച് ഹാവ് മെനി ഫോംസ്. അപ്പോൾ എന്താണ്? എന്നാൽ ഇൻഫോർമലിൻ്റെ കേസിലാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ഇൻഫോർമൽ ചാനലിലൂടെ അത് ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ട്. ഇനി മാനേജർ ക്യാൻ അബോളിഷ് ഇറ്റ് എനി ടൈം. മാനേജർ എപ്പോൾ വേണമെങ്കിലും അബോളിഷ് ചെയ്യാം ഈ ഫോർമൽ ആയിട്ടുള്ളത്. എന്നാൽ എന്താണ്? ഇൻഫോർമൽ ഒരിക്കലും മാനേജ്മെൻറ്റിന് അബോളിഷ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? അതിൽ കൺട്രോൾ ഇല്ല. നെക്സ്റ്റ് ആണ് ലീഡർഷിപ്പ് ഈസ് വെസ്റ്റഡ് ഇൻ മാനേജേഴ്സ്. ലീഡർഷിപ്പ് എന്താണ്? മാനേജേഴ്സിലാണ് ഉള്ളത്. പക്ഷേ ഇവിടെയോ ലീഡർഷിപ്പ് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് മാനേജർഷിപ്പ്. മാനേജർ ഒരു ബന്ധമില്ല ഇതിൻ്റെ ലീഡർഷിപ്പിലായിട്ട്. ഇതൊക്കെയാണ് ഫോർമൽ ഓർഗനൈസേഷനും അതുപോലെ ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഡിഫറൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ. എന്തൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ? ഒന്നാമത്തെ ലൈൻ, രണ്ടാമത്തെ ഫങ്ഷണൽ, ലൈൻ ആൻഡ് സ്റ്റാഫ്, പ്രോജക്റ്റ്, മാട്രിക്സ്, കമ്മിറ്റി. സോ ഫസ്റ്റ് വൺ ആണ് ലൈൻ ഓർഗനൈസേഷൻ. ലൈൻ ഓർഗനൈസേഷൻ ഇസ് ദ സിംപ്ലസ്റ്റ് ആൻഡ് ദ ഓൾഡസ്റ്റ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഏറ്റവും സിംപ്ലസ്റ്റും ഏറ്റവും ഓൾഡസ്റ്റ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ് ഈ ലൈൻ ഓർഗനൈസേഷൻ എന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മിലിറ്ററി ഓർ ഡിപ്പാർട്ട്മെൻറ്റൽ ഓർഗനൈസേഷൻ സിൻസ് ഇറ്റ് ഈസ് ഒറിജിനേറ്റഡ് ഫ്രം മിലിറ്ററി. അപ്പോൾ ഇതിൻ്റെ വേറെ പേരാണ് മിലിറ്ററി അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റൽ ഓർഗനൈസേഷൻ എന്നത്. ഇതിന് കാരണം എന്താണ്? ബിക്കോസ് ഇറ്റ് ഈസ് ഒറിജിനേറ്റഡ് ഫ്രം മിലിറ്ററി എന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. ഇൻ ദിസ് ടൈപ്പ് അതോറിറ്റി ഫ്ലോ ഫ്രം ദ മാൻ അറ്റ് ദ ടോപ്പ് ലെവൽ ടു ദ മാൻ അറ്റ് ദ ലോവസ്റ്റ് ലെവൽ വെർട്ടിക്കലി ഇൻ എ ലൈൻ. അപ്പോൾ ഈ ഒരു ടൈപ്പിൽ അതോറിറ്റി ഫ്ലോ ചെയ്യുന്നത് മാൻ ദ ടോപ്പ് ലെവലുള്ള മാനിൽ നിന്ന് ഒരു ലോവർ ലെവലുകളിലേക്കാണ്, ഇന്ന് വെർട്ടിക്കലി ലൈനിൽ. നെക്സ്റ്റ് ആണ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ. അണ്ടർ ദി സിസ്റ്റം സെവറൽ ഡിപ്പാർട്ട്മെൻറ്റ് വിൽ ബി ക്രിയേറ്റഡ് ബേസിങ് ഓൺ ഡിഫറെൻറ്റ് ഫംഗ്ഷൻ ആൻഡ് വിൽ ബി അണ്ടർ ദ ചാർജ് ഓഫ് എക്സ്പേർട്സ്. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നു ഓൺ ബേസിസ് ഓഫ് ഡിഫറെൻറ്റ് ഫംഗ്ഷൻ. ഓരോ ഫംഗ്ഷൻ ബേസിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്, ഫോർ എക്സാമ്പിൾ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇല്ലേ, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അതിനെ ആരൊക്കെയും അതിനെ ചാർജുള്ളത് വലിയ എക്സ്പേർട്സ് ആയിരിക്കും അത് നോക്കേണ്ടത്. അതാണ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ. നെക്സ്റ്റ് ആണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. ബോത്ത് ലൈൻ സിസ്റ്റം ആൻഡ് ഫങ്ഷണൽ സിസ്റ്റം ഹാസ് സർട്ടൺ ഡിഫക്ട്സ്. അപ്പോൾ എന്താണ്? ഈ ആദ്യം പറഞ്ഞ ലൈൻ സിസ്റ്റത്തിനും രണ്ടാമത് പറഞ്ഞ ഫങ്ഷണൽ സിസ്റ്റം കുറേയും ഡിഫക്ട്സ് ഉണ്ട്. ലൈൻ സിസ്റ്റം എന്ത് ചെയ്തിട്ടുള്ളത്? മോർലി കോൺസെൻട്രേറ്റ് ഓൺ കൺട്രോൾ ടു മച്ച്. ഭയങ്കര കൺട്രോൾ ഓവറാണ് ഈ ലൈൻ സിസ്റ്റത്തിൽ. എന്നാൽ ഫങ്ഷണൽ സിസ്റ്റത്തിലോ വളരെയധികം ഈ ഡിവൈഡ് ചെയ്യുന്നു, ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഈ ലൈൻ ആൻഡ് സ്റ്റാഫ് സിസ്റ്റത്തിൻ്റെ ഡിഫക്ട്സിനെ എലിമിനേറ്റ് ചെയ്തിട്ടാണ് എന്ത് വന്നിട്ടുള്ളത്? ഈ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് പ്രോജക്റ്റ് ഓർഗനൈസേഷൻ. എന്താണ് പ്രോജക്റ്റ് ഓർഗനൈസേഷൻ? പ്രോജക്റ്റ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഈസ് ഓഫ് റീസെൻറ്റ് ഒറിജിൻ. അപ്പോൾ പ്രോജക്റ്റ് ഓർഗനൈസേഷൻ എന്നത് റീസെൻറ്റ് ഒറിജിനിലുള്ള സ്ട്രക്ചറാണ്. ദിസ് സ്ട്രക്ചർ ഈസ് അഡോപ്റ്റഡ് വെൻ ആൻ ഓർഗനൈസേഷൻ ഹാസ് എക്സിക്യൂട്ടഡ് ലാർജ് പ്രോജക്റ്റ്. അപ്പോൾ ഈ ലാർജ് പ്രൊജക്ട്സ് ഉള്ള ഓർഗനൈസേഷന് അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ പ്രൊജക്റ്റ് ഓർഗനൈസേഷൻസ് സെറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് മാട്രിക്സ് ഓർഗനൈസേഷൻ.
This is one of the latest type of organization design which makes an organization structure flexible. ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഡിസൈൻ ആണ് ഈ മാട്രിക്സ് ഓർഗനൈസേഷൻ എന്നത്. ഇതെന്ത് ചെയ്യുന്നു? ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ വളരെ ഫ്ലെക്സിബിൾ ആക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓർഗനൈസേഷൻ്റെയും പ്രൊജക്റ്റ് ഓർഗനൈസേഷൻ്റെയും ഒരു കമ്പൈൻഡ് അല്ലെങ്കിൽ ഒരു മിക്സഡ് ഫോമാണിത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ഓർഗനൈസേഷൻ ചാർട്ട്? Organization chart is a graphic record which clearly pictures the formal organization structure. നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഫോർമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ കാണിക്കുന്ന പിക്ചറൈസ് ചെയ്യുന്ന ഒരു ഗ്രാഫിക്കൽ റെക്കോർഡാണ് ഈ ഓർഗനൈസേഷൻ ചാർട്ട് എന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ഡെലിഗേഷൻ? ഡെലിഗേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ഡിവൈഡിങ് ആൻഡ് എൻട്രസ്റ്റിംഗ് വർക്ക് ടു അതർ. അപ്പോൾ എന്താണ്? മറ്റുള്ളവരിലേക്ക് വർക്ക് എൻട്രസ്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതിനാണ് നമ്മൾ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി അല്ലെങ്കിൽ ഡെലിഗേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് ഡെലിഗേഷൻ? സോ ഇമ്പോർട്ടൻസ് ഓഫ് ഡെലിഗേഷൻ ഒന്നാമത്തെയാണ് ഷെയറിംഗ് ഓഫ് വർക്ക് ലോഡ്. എന്ത് ചെയ്യുന്നു? ഡെലിഗേഷനോടെ വർക്ക് ലോഡ് ഒരാളല്ല, അത് പല ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് പോകുന്നു. ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്, നമുക്ക് പെട്ടെന്ന് തന്നെ ഡിസിഷൻ മേക്ക് ചെയ്യാൻ സാധിക്കും. മോട്ടിവേഷനാണ് എന്താണ്? സബോർഡിനേറ്റ്സിന് ഒരു ജോബ് സാറ്റിസ്ഫാക്ഷനും അതൊരു മോട്ടിവേഷനൊക്കെയാണ് ഡെലിഗേഷനോട് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം നമുക്കൊരു ഓർഗനൈസേഷൻ റൈറ്റ് ഉണ്ട് അല്ലെങ്കിൽ അവർക്കൊരു പവർ ഉണ്ടെന്ന് കാണിക്കുന്നതാണ് ഈ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്നത്. ട്രെയിനിങ് ആണ് ഇറ്റ്സ് ആസ് എ ടൂൾ ഓഫ് ട്രെയിനിങ് എക്സിക്യൂട്ടീവ് ഫോർ ദ ഫ്യൂച്ചർ. അപ്പോൾ ഇങ്ങനെ എംപ്ലോയീസിനോട് വർക്ക് ചെയ്യിക്കുമ്പോൾ അവർക്ക് ട്രെയിനിങ് പോലെയാണ് ഇത് കിട്ടുന്നത്. എക്സ്പാൻഷൻ ഓഫ് ബിസിനസ്, ഡെലിഗേഷൻ ഫെസിലിറ്റേറ്റ് എക്സ്പാൻഷൻ ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ബിസിനസ് ടു എ ടീം ഓഫ് കോമ്പിറ്റൻറ്റ് ആൻഡ് കണ്ടന്റഡ് വർക്കേഴ്സ്. അപ്പോൾ ഇങ്ങനെ കോമ്പിറ്റൻറ്റും ആയിട്ടുള്ള വർക്കേഴ്സിലൂടെ നമ്മുടെ ബിസിനസ്സിനെ വളരാനും എക്സ്പാൻഡ് ചെയ്യാനും ഡൈവേഴ്സിഫൈ ചെയ്യാനൊക്കെയാണ് സഹായിക്കുന്നത് ഡെലിഗേഷനിലൂടെ. വാട്ട് ഈസ് ഡീസെൻട്രലൈസേഷൻ? ഡീസെൻട്രലൈസേഷൻ മീൻസ് ഡിസ്പോസൽ ഓഫ് അതോറിറ്റി ത്രൂ ഔട്ട് ദ ഓർഗനൈസേഷൻ. നമ്മുടെ അതോറിറ്റീനെ നമ്മൾ ഓർഗനൈസേഷൻ ഫുള്ളായിട്ട് ഡിസ്പോസ് ചെയ്യുകയാണെങ്കിൽ, എല്ലാവർത്തേക്കും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതാണ് ഡീസെൻട്രലൈസേഷൻ എന്നത്. ഡീസെൻട്രലൈസേഷൻ ഇസ് എക്സ്റ്റൻഷൻ ഓഫ് ഡെലിഗേഷൻ. ഡെലിഗേഷൻ എക്സ്റ്റൻഷൻ ആണ് ഈ ഡീസെൻട്രലൈസേഷൻ എന്നത്. ഇറ്റ് ഈസ് നോട്ട് ദ സെയിം തിങ് ആസ് ഡെലിഗേഷൻ. പക്ഷേ ഡീസെൻട്രലൈസേഷൻ ഡെലിഗേഷൻ സെയിം തന്നെയല്ല. ഇറ്റ് ഇസ് സംതിങ് മോർ ദാൻ ഡെലിഗേഷൻ. ഡെലിഗേഷനേക്കാളും കൂടുതലാണ് ഡീസെൻട്രലൈസേഷൻ എന്നത്.